ഇനി നമുക്ക് ദശകം 92-ലെ രണ്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ശ്ലോകം വായിക്കാം. യസ്ത്വന്യഃ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃദി മൃതി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈഃ ശക്തിതോ ഭക്തിഭൂതൈർനിത്യം വര്യാം സപര്യാം വിദധതൈ വിഭോ ത്വത്പ്രസാദം ഭജേയം. ഈ ശ്ലോകത്തില് ഈ ഭാഗവതത്തില് നവയോഗികള് നൽകണ ഉപദേശത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. അതില് ഈ ആവിർഹോത്രൻ എന്ന് പറഞ്ഞിട്ടുള്ള നവയോഗികളിൽ ഒരാളായിട്ടുള്ള ആ ഒരു യോഗി വര്യൻ ഉപദേശിക്കണ ചില കാര്യങ്ങളാണ് ഇതിൽ പറയണത്. കർമ്മയോഗത്തിൽ കൂടെയുള്ള ഭക്തി തന്നെയാണ്. പക്ഷേ ഇത് താന്ത്രിക കർമ്മയോഗം. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിധിപ്രകാരം വൈദിക കർമ്മയോഗം. അപ്പോൾ ഇതില് താന്ത്രിക കർമ്മയോഗത്തിനെ പറ്റിയിട്ടാണ് പറയണത്. അപ്പൊ ഇതിലെന്താ പറയണത് വെച്ചാല് യസ്തു അന്യ എന്നുണ്ട്. അതിൽ 3 വാക്കാണ്. യഹ തു അന്യ, യഹ് തു അന്യ. ഏതൊന്നാണ് യഹ ഏതൊന്ന്, തു ആകട്ടെ, അന്യ വേറൊരു കർമ്മയോഗം. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതല്ലാണ്ട് വേറൊരു കർമ്മയോഗം ഉണ്ടല്ലോ, അതാണ് യഹ തു അന്യ കർമ്മയോഗ തവ ഭജനമയ. അങ്ങയെ ഭജിക്കുന്നതായ വേറൊരു കർമ്മയോഗം ഉണ്ട്, വേറൊരു തരത്തിലും അങ്ങയെ ഭജിക്കലുണ്ട്. തത്ര ച അവിടെയാകട്ടെ, ആ വേറൊരു തരത്തിലുള്ള അങ്ങയെ ഭജിക്കൽ, ആ കർമ്മയോഗത്തിൽ അഭീഷ്ടമൂർത്തിം ഹൃദ്യാം, അവിടെ ഹൃദ്യാം എന്ന് പറഞ്ഞ തത്രാച്ച ആ കർമ്മയോഗത്തിലും ഹൃദ്യാം അഭീഷ്ടമൂർത്തി എന്നുണ്ട്. അഭീഷ്ടമൂർത്തി പറഞ്ഞ അവരവർക്ക് ഇഷ്ടമുള്ള മൂർത്തിയെ എന്നാണ്. അതായത് ഈ പരബ്രഹ്മസ്വരൂപ ആയിട്ടുള്ള ജ്ഞാനാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാനെ മനസ്സിന് വിഷയമാക്കാൻ വിഷമാണ്. അതാണ്. അപ്പോ ഒരവതാര മൂർത്തിയെ ഇഷ്ടദേവതാ ഏത് ആണോ അവരവരുടെ ഇഷ്ടദേവത ആരാണോ ആ രൂപത്തിന്, അതാണ് അഭീഷ്ടമൂർത്തിം ഹൃദ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകർഷണീയമായ, മനോഹരമായ എന്നൊക്കെയാണ്. ഹൃദ്യാം സത്വൈക രൂപം, മനോഹരമായതും സത്വൈക രൂപം പറഞ്ഞാൽ സത്വ ഏകരൂപം പറഞ്ഞാൽ സത്വം ഒന്ന് മാത്രം രൂപമെടുത്തതായ, അതായത് സത്വഗുണം മാത്രം ഉള്ളതായ എന്നൊക്കെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ എന്നൊക്കെയാണ്. സത്വൈക രൂപം ദൃശതി ഹൃദി മൃതി. ദൃശതി പറഞ്ഞ കല്ലിൽ, ഹൃദി പറഞ്ഞാൽ ഹൃദയത്തിൽ, മനസ്സിൽ, മൃതി പറഞ്ഞാൽ മണ്ണിൽ, ക്വാപി വാ ഈ എവിടെയെങ്കിലും ഭാവയിത്വ പറഞ്ഞാല് സങ്കൽപ്പിച്ചിട്ട്, അതായത് ആവാഹനാദി നല്ലോണം ആവാഹനവും ഒക്കെ ചെയ്തിട്ട് അതില് ഭഗവാനാണ് എന്നങ്ങട് സങ്കൽപ്പിച്ചിട്ട് എന്നാണ്. അതായത്
ഈ ആഗമ വിധിപ്രകാരമുള്ള ഈശ്വര ആരാധനയാണത്രേ ഈ വിവരിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം കല്ല്, മരം, ഒരു ശ്ലോകം തന്നെ ഉണ്ട്. അത് ശൈലി ദാരുമയി, ശൈലം പറഞ്ഞ കല്ല്, ശൈലി പറഞ്ഞ കല്ലോണ്ട്, ദാരുമയി ദാരു പറഞ്ഞ മരം, കല്ലുകൊണ്ടോ മരം കൊണ്ടോ, ലൗഹി പറഞ്ഞ ലോഹം കൊണ്ടോ, അങ്ങനെ ലേപ്യ പറഞ്ഞാൽ ലേപനം, അതായത് ഈ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി മുതലായ വസ്തുക്കളെ കൊണ്ടോ, അല്ലെങ്കിൽ ലേഖ്യ ലേഖനം ചെയ്യാച്ച ചിത്രം വരയ്ക്കുക, ഒരു ചിത്രത്തിലോ, ച സൈകതി പറഞ്ഞാൽ മണൽ കൊണ്ടോ, മനോമയി പറഞ്ഞാല് അത് മനസ്സിൽ നല്ലോണം ധ്യാനിക്കുക. അങ്ങനെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ചിട്ട് മനസ്സിലോ അല്ലെങ്കിൽ മണിമയി രത്നം കൊണ്ടോ, പ്രതിമാം അഷ്ടവിധവും, അങ്ങനെ 8 വിധത്തില്, ഒന്ന് കല്ല്, 2 മരം, 3 ലോഹം, 4 അരിപ്പൊടി മഞ്ഞൾപ്പൊടി മുതലായത്, 5 ചിത്രം, 6 മണല്, 7 മനസ്സില്, 8 രത്നം. ഇവയിൽ ഏതെങ്കിലും കൊണ്ടും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടില്ലേ. അതാണ് ഈ ദൃഷതി ഹൃദി മൃതി ക്വാപിവ, ഇവയിൽ ഏതിലെങ്കിലും ഭാവയിത്വ, ഭഗവാനെ സങ്കല്പിച്ചിട്ട്, ഇത് എന്തുകൊണ്ട് ഏതെങ്കിലും കൊണ്ട് അവരവരുടെ ആ ഇഷ്ടമൂർത്തിയെ ധ്യാനിച്ചിട്ട്, ആ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് അതിൽ ബിംബത്തിൽ പൂജ ചെയ്യാം, അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിച്ചുറപ്പിച്ച് അങ്ങനെയും പൂജ ചെയ്യാം. അതാണ് പറയണത്. അതായത് ഹൃദി പറഞ്ഞാല് ഹൃദയകമലത്തിൽ വസിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ സങ്കല്പശക്തി കൊണ്ട് അവിടെ ധ്യാനിച്ചുകൊണ്ട് മാനസികമായ ഉപചാരങ്ങൾ കൊണ്ട് പൂജിക്കുക. അതാണ് ഹൃദി എന്നുള്ളത്. എന്നിട്ട് അല്ലാണ്ട് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഒക്കെ ഉള്ള ബിംബാണെങ്കിൽ അതിനെ പുഷ്പൈർ ഗന്ധൈർ നിവേദ്യൈരപിച്ച വിരചിതൈ ശക്തിതോ ഭക്തിഭൂതൈഹി, പുഷ്പൈഹി ഗന്ധൈഹി പുഷ്പങ്ങളാലും, ഗന്ധൈഹി സുഗന്ധദ്രവ്യങ്ങളാലും, ചന്ദനത്തിരി കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങളാലും, നിവേദ്യൈഹി നിവേദ്യം പായസം മുതലായവകളാലും, അങ്ങനെയൊക്കെ, അഭിച്ച അവയൊക്കെ വിരചിതൈഹി ശക്തിതോ ഭക്തിഭൂതൈഹി, അതൊക്കെ വിരചിതൈഹി, അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ സമ്പാദിച്ചിട്ട്, ശക്തിതോ അവരവരുടെ ശക്തിക്ക് അനുസരിച്ചിട്ട് എന്നാണ് ശക്തിതോ എന്ന് പറഞ്ഞാല്. അതായത് ഏത് ദേശത്താണ് ഏത് കാലത്താണ് എന്നുള്ളതും അവരവരുടെ കഴിവനുസരിച്ചിട്ടും, ആ ധനം എത്രണ്ടും പണം ചെലവാക്കാനുണ്ടെന്നുള്ള അതിനനുസരിച്ചിട്ടും ഒക്കെ ഈ പൂജാദ്രവ്യങ്ങള്, അതിനനുസരിച്ചിട്ടുള്ള പൂജാദ്രവ്യങ്ങളെ കൊണ്ട് പൂജ ചെയ്യാമെന്ന്. അതാണ് ശക്തിത പറഞ്ഞ അവരവരുടെ കഴിവനുസരിച്ചിട്ട്. പിന്നെ അതാത് സ്ഥലത്ത് കിട്ടണ പുഷ്പങ്ങള് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, അതാത് കാലത്ത് കിട്ടണ പുഷ്പങ്ങളും മറ്റ് ദ്രവ്യങ്ങളും അതൊക്കെ ഉപയോഗിച്ചിട്ട് അവരവരുടെ ശക്തിക്ക് അനുസരിച്ചും ഉള്ള പൂജാദ്രവ്യങ്ങളാ, അതൊക്കെ ഭക്തിഭൂതൈഹി പറഞ്ഞാലോ, ഇതൊക്കെ ഭക്തി കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഈ വസ്തുക്കളാൽ എന്നാണ്. നിത്യം വര്യാം സപര്യാം വിദധത്, നിത്യം എന്നും ഈ പറഞ്ഞ വസ്തുക്കളാലെല്ലാം കഴിവനുസരിച്ചിട്ട് സമ്പാദിച്ച ഈ വസ്തുക്കളാൽ, ഈ പൂജാദ്രവ്യങ്ങളാൽ നിത്യം എന്നും വര്യാം സപര്യാം ശ്രേഷ്ഠമായ പൂജയെ വിദധത് ചെയ്തിട്ട് എന്നാണ്. അപ്പോ അതായത് പൂജ വേണ്ട പോലെ വേണം, ഉത്തമമായ പൂജ നിത്യം ചെയ്യാം എന്നാണ് പറയണത്. പൂജ ചെയ്യുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം. ഉപയോഗിക്കുന്ന പൂക്കളൊക്കെ വളരെ വൃത്തിയായിട്ടുള്ളത് ശേഖരിക്കാവൂ. പൂജ ചെയ്യുന്ന സ്ഥലം വൃത്തിയാക്കണം. ഗന്ധപുഷ്പാദികളെ, ശുദ്ധജലം
ഇതൊക്കെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അടുത്ത് ഒരുക്കി വെക്കണം. ദിവ്യമന്ത്രങ്ങളൊക്കെ യഥാവിധി വേണ്ട പോലെ ഉച്ചരിച്ചിട്ട് ചെല്ലണം. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് വര്യാം സപര്യാം. അങ്ങനെ ഉത്തമമായ പൂജയെ വിദധത് പറഞ്ഞാല് അനുഷ്ഠിച്ചിട്ട് അയി വിഭോ അല്ലയോ ഭഗവാനെ ത്വത്പ്രസാദം ഭജേയം നിന്തിരുവടിയുടെ പ്രസാദത്തെ ഞാൻ നേടിക്കൊള്ളാം എന്നാണ് പറയണത്. അപ്പോ ബിംബാരാധന, ബിംബത്തിൽ ഭഗവാനെ ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിച്ചിട്ട് ഒരു ഗുരുവിൽ നിന്ന് വേണ്ട പൂജാവിധികളൊക്കെ മനസ്സിലാക്കി ഉത്തമമായ പൂജ ഞാൻ ചെയ്തിട്ട് ഭഗവാനെ അങ്ങയുടെ പ്രസാദം ഞാൻ സമ്പാദിച്ചു കൊള്ളാം എന്നാണ് ഇതിൽ പറയണത്. അത് നമുക്ക് അന്വയായിട്ട് അർത്ഥം പറയാം. അപ്പൊ ആദ്യം വിഭോ ഭഗവാനെ അന്യഹ തു യഹ തവ ഭജനമയ കർമ്മയോഗ, വേറൊന്ന് നിന്തിരുവടിയുടെ ഭജനം എന്ന വേറൊരു കർമ്മയോഗമുണ്ടല്ലോ, ആ താന്ത്രിക കർമ്മയോഗം. തത്രാച്ച അവിടെ അവിടെയാകട്ടെ, ആ പൂജാവിധിയിലാകട്ടെ, ഹൃദ്യാം മനോഹരവും സത്വൈക രൂപാം കേവല സാത്വികം സത്വഗുണം മാത്രമുള്ളതും ഉള്ള അഭീഷ്ടമൂർത്തിയും അവരവർക്ക് ഇഷ്ടമുള്ള മനസ്സിനിണങ്ങിയ ഭഗവത് സ്വരൂപത്തെ ദൃഷി കല്ലിലോ ഹൃദി മനസ്സിലോ മൃതി മണ്ണിലോ ക്വാപിവ മറ്റെവിടെയെങ്കിലുമോ സങ്കൽപ്പിച്ചിട്ട് ശക്തിത വിരചിതൈഹി അവരവരുടെ ശക്തിക്കനുസരിച്ച് അവരവരുടെ കഴിവിനനുസരിച്ച് വിരചിതൈഹി സമ്പാദിച്ചതും ഭക്തിഭൂതൈഹി ഭക്തി കൊണ്ട് ശുദ്ധമാക്കിയതും, ഭൂതം പറഞ്ഞാൽ ശുദ്ധീകരിച്ചതെന്നാണ്. അപ്പൊ ഭക്തിഭൂതൈഹി ഭക്തി കൊണ്ട് ശുദ്ധമാക്കിയതുമായ പുഷ്പൈഹി പുഷ്പങ്ങളാലും തുളസി മുതലായ പുഷ്പങ്ങളാലും ഗന്ധൈഹി ചന്ദനം മുതലായ സുഗന്ധദ്രവ്യങ്ങളാലും നിവേദ്യൈഹി പായസം മുതലായ നിവേദ്യങ്ങളാൽ അപീച്ച എന്നിവകളെ കൊണ്ട് എല്ലാം നിത്യം പതിവായും എന്നും വര്യാം സപര്യാം വിദധ ഉത്തമമായ പൂജ ചെയ്തുകൊണ്ട് ത്വത്പ്രസാദം ഭജേയം നിന്തിരുവടിയുടെ പ്രസാദം നേടിക്കൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. യസ്ത്വന്യ കർമ്മയോഗസ്തവ ഭജനമയസ്തത്ര ചാഭീഷ്ടമൂർത്തിം ഹൃദ്യാം സത്വൈകരൂപാം ദൃശതി ഹൃതി മൃതി ക്വാപി വാ ഭാവയിത്വാ പുഷ്പൈർഗന്ധൈർനിവേദ്യൈരപി ച വിരചിതൈഃ ശക്തിതോ ഭക്തിഭൂതൈർനിത്യം വര്യാം സപര്യാം വിദധദായി വിഭോ ത്വത്പ്രസാദം ഭജേയം.